വീണ്ടും വാർത്തകളിലേക്ക്. ഗൾഫ് ന്യൂസ്. 18 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയും കുവൈറ്റും വിമാന സീറ്റ് കോട്ട വർദ്ധിപ്പിക്കാൻ ധാരണയായി. എയർ സർവീസ് കരാർ പ്രകാരമാണ് പ്രതിവാര സീറ്റുകളുടെ എണ്ണം തീരുമാനിക്കുന്നത്. ഇന്ത്യയും കുവൈറ്റും തമ്മിൽ 12,000 സീറ്റുകളുടെ കോട്ടയാണ് ഉണ്ടായിരുന്നത്. ഇത് 18,000 സീറ്റാക്കും. സീറ്റ് എണ്ണം കൂടുന്നതോടെ ടിക്കറ്റ് നിരക്ക് കുറയ്ക്കുന്നത് പ്രവാസികൾക്ക് ഗുണകരമാകും. ഇന്ത്യയിലെ വിവിധ വിമാനങ്ങളിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന കുവൈറ്റിൽ നിന്നുള്ള എല്ലാ വിമാന കമ്പനികൾക്കും കൂടി 18,000 സീറ്റുകൾ അനുവദിക്കും. തിരിച്ച് സർവീസ് നടത്തുന്ന ഇന്ത്യൻ കമ്പനികൾക്കും ഇത്രയും സീറ്റുകൾ ഉണ്ടാകും. ദിവസവും ഏകദേശം 40 വിമാന സർവീസുകളാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലവിലുള്ളത്. സായിദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ വിമാന കമ്പനികളുടെ ബുക്കിംഗ് സീറ്റ് ശേഷി 16.6% വളർച്ച. പ്രതിവർഷം 4.5 കോടി യാത്രക്കാരെ സ്വീകരിക്കാൻ കഴിയുമെന്നതാണ് വിമാനത്താവളത്തിന്റെ പ്രത്യേകത. ഒരേ സമയം 79 വിമാനങ്ങൾക്ക് പറന്നിറങ്ങാനാകും. ഈ വർഷം രണ്ടാം പാദത്തോടെ 1.2 കോടി സീറ്റ് ശേഷി അബുദാബിയുമായി ബന്ധിപ്പിച്ചുള്ള സർവീസുകൾക്കുണ്ടാകും. കഴിഞ്ഞ വർഷം ഇത് 80.8 ലക്ഷമായിരുന്നു. വൺ വേ സീറ്റ് ശേഷി ഈ വർഷം മുൻ വർഷത്തെ അപേക്ഷിച്ച് 14.8% വർദ്ധിക്കും. 2024 അബുദാബി വിമാനത്താവളം 2.94 യാത്രക്കാരാണ് ഉപയോഗിച്ചത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 28% വർധന. അനുമതിയില്ലാത്ത ഇടങ്ങളിൽ തീർത്ഥാടകരെ താമസിപ്പിച്ചതിന് 7 ഉംറ കമ്പനികളുടെ ലൈസൻസുകൾ സൗദി അധികൃതർ റദ്ദാക്കി. ഈ കമ്പനികൾ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഹജ്ജ് ഉംറ മന്ത്രാലയം നടപടികൾ കൈക്കൊണ്ടത്. തീർത്ഥാടകർക്കുള്ള സേവന നിലവാരം നിരീക്ഷിക്കുന്നതിനുള്ള മന്ത്രാലയത്തിന്റെ മേൽനോട്ട ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നടപടി. ഹജ്ജ് ഉംറ നിർവഹിക്കാനെത്തുന്ന തീർത്ഥാടകർക്ക് സുരക്ഷിതമായും സുഖപ്രദമായും താമസിക്കുന്നതിനുള്ള സൗകര്യമുള്ള ഇടങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും പട്ടികയും വിവരവും മന്ത്രാലയം അംഗീകരിച്ച് നേരത്തെ തന്നെ പുറത്തിറക്കിയിരുന്നു. അംഗീകൃത സ്ഥാപനങ്ങളിലും ഇടങ്ങളിലും മാത്രമേ തീർത്ഥാടകർക്ക് താമസ സൗകര്യം ക്രമീകരിക്കാനാകൂ എന്ന് മന്ത്രാലയം ഉംറ കമ്പനികൾക്ക് മുൻകൂട്ടി നൽകിയ നിർദ്ദേശം പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ആൻഡ് ദ ട്രാവൽ GCC ഇന്ത്യ നാണയ വിനിമയ നിരക്ക്. ഒരു സൗദി റിയാൽ 22.89 ഇന്ത്യൻ രൂപ, ഒരു UAE ദിർഹം 23.38 ഇന്ത്യൻ രൂപ, ഒരു കുവൈറ്റി ദിനാർ 280.84 ഇന്ത്യൻ രൂപ, ഒരു ഒമാനി റിയാൽ 223.05 ഇന്ത്യൻ രൂപ. ഡൽഹി ഗോവ ഇൻഡിഗോ വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരിച്ചിറക്കി. 191 യാത്രക്കാരുമായി ഡൽഹി ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന എയർബസ് A320 നിയോ എയർക്രാഫ്റ്റാണ് സാങ്കേതിക തകരാർ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മുംബൈ അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. രാത്രി 9:53 വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. വ്യോമസേനയ്ക്കുള്ള 12 തേജസ് യുദ്ധവിമാനങ്ങൾ ഡിസംബറിനുള്ളിൽ കൈമാറും. തേജസ് യുദ്ധവിമാനം നിർമ്മിക്കാനുള്ള 2 F404 എഞ്ചിനുകൾ കൂടി US കമ്പനിയായ ജനറൽ ഇലക്ട്രിക് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് കൈമാറിയിരുന്നു. ഈ വർഷം 10 എഞ്ചിനുകൾ കൂടി നൽകുമെന്നാണ് വിവരം. എഞ്ചിൻ കൈമാറുന്നതിലെ കാലതാമസമാണ് വിമാനത്തിന്റെ നിർമ്മാണം വൈകാൻ കാരണം. 83 തേജസ് MK-1A വിമാനങ്ങൾക്കുള്ള 48,000 കോടി രൂപയുടെ കരാർ 2021 ഫെബ്രുവരിയിലാണ് ഒപ്പിട്ടത്. ആദ്യ വിമാനം 2024 മാർച്ച് 31 കൈമാറാനായിരുന്നു ധാരണ. 99 F404 എഞ്ചിനുകൾ ലഭ്യമാക്കാൻ 5,375 കോടി രൂപയുടെ കരാറാണ് HALലും GEലും തമ്മിൽ ഒപ്പിട്ടിരുന്നത്. 1.5 വർഷം വൈകിയ ശേഷം ഈ വർഷം ഏപ്രിലാണ് ഇതിൽ ആദ്യ എഞ്ചിൻ കൈമാറിയത്.